എപ്പോഴാണ് നമ്മൾ ഒരാളിൽ നിന്ന് അകലുന്നത്? നമ്മളോട് ധാർഷ്ട്യത്തോടെ ഇടപെടുമ്പോൾ, നമ്മളോട് പുച്ഛത്തോടെ ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ആളോട് നമ്മൾ അകലം പാലിക്കും. നിങ്ങൾ തന്നെ പരിശോധിക്കുക. സഭ ആവശ്യപ്പെട്ട് ഉന്നയിച്ച ആവശ്യങ്ങൾക്കോട് ഇവിടുത്തെ അധികാരികൾ, മന്ത്രിമാരൊക്കെ ഏത് നിലപാടോടെയാണ് ഇടപെട്ടത്? പഴയകാല കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിരട്ടണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്താനും ധാർഷ്ട്യത്തോടെ സംസാരിക്കാനും തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് വേണ്ട, അത് ജനാധിപത്യ രീതിയല്ല, അത് ഭരണത്തിലിരിക്കുന്ന ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ ഭരണാധികാരികൾക്കോ ചേർന്നതല്ല എന്ന് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട്. അത് ഇന്നുകൊണ്ട് നാളെയും ഉണ്ടായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. തങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കൊപ്പമാണ് തങ്ങൾ നിൽക്കുക എന്ന് പറഞ്ഞു. BJP ആണെങ്കിലും ആ നിലപാടാണ്. ഞങ്ങൾ അത് പൊതുവായിട്ടാണുള്ള നിലപാടാണ്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ആരോടും അസ്പർശ്യതയില്ല. ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് കാണിക്കുകയും ഞങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ അത് ഏത് പാർട്ടിയാണെങ്കിലും ഞങ്ങളത് തിരിച്ചറിയും. ഇവിടെ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്നു, മറ്റൊരു സ്ഥലത്ത് ഞങ്ങളെ ഞെക്കിക്കൊല്ലാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് തിരിച്ചറിയാനുള്ള സാമാന്യബുദ്ധി ക്രൈസ്തവർക്കുണ്ട് എന്നാണ് എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരമായിട്ട്. സംരക്ഷണ യാത്രയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുള്ള നേതാക്കൾ പങ്കെടുക്കും. ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് പ്രത്യേക ക്ഷണം കൊടുത്തിട്ടില്ല ഞങ്ങൾ. കാരണം ഇത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു മുന്നേറ്റമാണ്. അതിൻ്റെ അകത്ത് ആർക്കും വരാം, ജാഥ ക്യാപ്റ്റന് ഹാരമണിയിക്കാം. ഈ ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് അനുഭാവമുള്ള ആർക്കും അവിടെ സന്നിഹിതരാകാം. ആ നിലയ്ക്ക് മാറ്റം വരുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് അവർ തന്നെയാണ്. ഇനി മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് അവർ ചിന്തിക്കണം. എനിക്ക് തോന്നുന്നു അത് അവർ കൃത്യമായിട്ടും കഴിഞ്ഞു പോയ പതിറ്റാണ്ടിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകളെ അവഗണിച്ചാൽ ആരാണെങ്കിലും, UDF ആണെങ്കിലും LDF ആണെങ്കിലും അവർക്കത് ഗുണകരമാവുകയില്ല എന്ന് സ്നേഹബുദ്ധി പറയാനാണ് എനിക്കിഷ്ടം. ഈ ഇടത് വലത് മുന്നണിയിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു മൂന്നാമതൊരു സംവിധാനം കേരളത്തിൽ വേണം എന്നതാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഉരുത്തിരിയേണ്ട ഒരു കാര്യമാണല്ലോ. നമ്മളോട് എങ്ങനെ അവർ പ്രതികരിക്കുന്നു. ഇനി ഇപ്പം ഇലക്ഷൻ ആകുന്നതേ ഉള്ളൂ, ഇലക്ഷൻ വന്നിട്ടില്ല, ഇനിയും പ്രവർത്തിക്കാൻ സമയമുണ്ടല്ലോ. ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് അവർക്ക് ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ തീരുമാനമെടുക്കാൻ സാധിക്കുമോ എന്ന് ഞങ്ങൾ നിരീക്ഷിക്കും. അതിനുശേഷം അപ്പോഴത്തെ സാഹചര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും അതിൽ ക്രിയാത്മകമായ ഒരു തീരുമാനം ഗവൺമെൻറ് എടുക്കേണ്ടതാണ്. ഈ നാട്ടിലെ ആളുകൾക്ക് അവർക്ക് സ്വത്തിന് ജീവന് സുരക്ഷിതത്വം കൊടുക്കേണ്ട ഗവൺമെൻറ് അനാവശ്യമായ നൂലാമാലകൾ ഉണ്ടാക്കി എന്തിന് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നു? അതെല്ലാവർക്കും ബാധകമാണ്, ക്രൈസ്തവർക്ക് മാത്രമല്ല. ഈ നാട്ടിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യന് ഇന്ന് ഗവൺമെൻറ് ഓഫീസുകളിൽ ചെന്നാൽ ലഭിക്കുന്ന പ്രതികരണങ്ങൾ എന്താണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി. ഒരു അനുവാദം ലഭിക്കണമെങ്കിൽ എന്തുമാത്രം കടമ്പകൾ കടന്നാൽ മതി. അതിനൊക്കെ മാറ്റം വരുത്തണം. ഒത്തിരിയേറെ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. 2 ഊഴം ലഭിച്ചിട്ടും ഇടതുപക്ഷ സർക്കാർ ഇങ്ങനത്തെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായി ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം അവിടെ നിൽക്കട്ടെ. കേരള സർക്കാർ തന്നെ ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്തതാണ് അവരുടെ പ്രകടന പത്രികയിൽ 250 രൂപ തരാമെന്ന്. നാളിതുവരെ ഈ 250 രൂപ ഒരു മരീചികയായിട്ട് അവശേഷിക്കുകയാണ്. എന്തുകൊണ്ട് അവർ സ്വന്തം താല്പര്യം അനുസരിച്ച് പറഞ്ഞ കാര്യം പാലിക്കുന്നില്ല? നമ്മളൊരു വാക്ക് പാലിക്കണ്ടേ? കേന്ദ്രം അവിടെ നിൽക്കട്ടെ. കേരളത്തിന് ചെയ്യാൻ പറ്റുന്നത്, ഒരു ഘട്ടത്തിൽ കത്തോലിക്ക കോൺഗ്രസ് അതിശക്തമായി ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അവർ നക്കാപ്പിച്ച പോലെ 10 രൂപ കൂട്ടിത്തന്നു. അത് കളിയാക്കുന്നതിന് തുല്യമല്ലേ? ഈ നാട്ടിലെ ബാക്കി എല്ലാ കാര്യത്തിനും ഗവൺമെൻറ്റിന് ശ്രദ്ധയുണ്ട്, പണമുണ്ട്. പക്ഷേ ക്രൈസ്തവരുടെ അല്ലെങ്കിൽ കർഷകരുടെ കാര്യം വരുമ്പോൾ, ക്രൈസ്തവരുടെ എന്നല്ല, അവിടെ കർഷകരുടെ കാര്യമാണ്. സാധാരണക്കാരനായ റബ്ബർ കർഷകൻ്റെ, കുട്ടനാട്ടിലെ നെൽകർഷകരുടെയൊക്കെ വിഷയം വളരെ നീറുന്ന പ്രശ്നമാണ്. അത് പരിഹരിച്ചില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധി ഇവിടെ ഉണ്ടാക്കും. കേന്ദ്ര സർക്കാർ ഇടപെടണേ. കേരള സർക്കാർ അതിന് സത്യമായിട്ട് അവിടെ ആവശ്യപ്പെടണം. ഞങ്ങൾ തയ്യാറാണെന്ന് ഞങ്ങൾ പറഞ്ഞാണ്. കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യാൻ ഞങ്ങൾ കൂട്ടത്തിൽ നിൽക്കാമെന്ന് പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. അതിന് അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ കേരള സർക്കാർ 250 രൂപ തരാമെന്ന് പറയുന്നത്? അപ്പോൾ അവർക്ക് സാധിക്കാത്തൊരു കാര്യം അവർ വാഗ്ദാനം ചെയ്ത് ഞങ്ങളെ കബളിപ്പിച്ചു എന്ന് വേണോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ? അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേന്ദ്രമാണേലും കേരളമാണേലും സാധാരണക്കാരുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണം. ഇവിടെ ജനങ്ങൾക്ക് പൊതുനിരത്തിലൂടെ സ്വൈര്യമായിട്ട് നടക്കാനുള്ള അവസരം ഉണ്ടാക്കണം. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. നമ്മുടെ യുവജനങ്ങളെല്ലാം നാട് വിടുവാണ് ഇവിടെ. എന്തുകൊണ്ടാണ്?
അവർക്ക് ഇവിടെ ഒരു നല്ല ജോലി സാധ്യത കിട്ടുന്നില്ല. ജോലി കിട്ടിയാൽ തന്നെ അവർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കുന്നില്ല. ഈ നാട്ടിലെ ജീവിതത്തിൻ്റെ സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴാണ് സാധാരണഗതിയിൽ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ മറ്റ് രാജ്യങ്ങൾ തേടി പോകുന്നത്, പലായനം ചെയ്യുന്നത്? അവിടെ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. എനിക്ക് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൽ ഈ ഒരു ഗതികേടിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനിയും കണ്ണു തുറന്ന് നോക്കിയില്ലെങ്കിൽ നമ്മുടെ യുവജനങ്ങൾ മുഴുവൻ നമ്മുടെ രാജ്യം ഉപേക്ഷിച്ച് പോകും. അത് ഈ നാടിൻ്റെ ഭാവിയെ തന്നെ ബാധിക്കും. അതിനെതിരെ ശക്തമായ നിലപാടുകൾ ഗവൺമെൻറ്റുകൾ എടുക്കണം. അപ്പോൾ ഇന്ന് നടക്കുന്ന പാണത്തൂർ ഉച്ചകഴിഞ്ഞ് 3:30 നടക്കുന്ന റാലിയിലേക്ക്, സമ്മേളനത്തിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നാളെ രാവിലെ 9 മണിക്ക് ചിറ്റാരിക്കാലിൽ വലിയ സമ്മേളനമുണ്ട്. അതിനുശേഷം തേർത്തല്ലിയിൽ, അതിനുശേഷം ചെമ്പേരിയിൽ, അതിനുശേഷം ഉച്ചകഴിഞ്ഞ് ഉളിക്കലിൽ, വൈകുന്നേരം 3:30 പേരാവൂര് വലിയ 10,000-ഓളം ആളുകൾ സംഘടിക്കുന്ന പ്രോഗ്രാമുണ്ട്. അവിടെയും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ആംബ്ലാനിയും മാർ റെമിജി സിഞ്ചനാനി പിതാവും വരുന്നതായിരിക്കും. നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുന്നു. താങ്ക് യു.